ഹലോ ഗായ്സ്, എന്റെ പേര് ജിതേഷ്. ഞാൻ എഡ്യൂപോർട്ടിൽ എൻട്രൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കീം പരീക്ഷയിൽ 1978 റാങ്ക് ആയിരുന്നു, വിത്തൗട്ട് എനി റിപ്പീറ്റിംഗ്, വിത്തൗട്ട് എനി ക്രാഷ് കോഴ്സ്. സോ എങ്ങനെയാണ് നമുക്കറിയാമല്ലേ, കീം റാങ്കിൽ 2000 താഴെ ഒരു റാങ്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി റാങ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്, എങ്ങനെ നിങ്ങൾക്കും ഈ ഒരു ഇനിയിപ്പോ രണ്ടാഴ്ചയും കൂടി ബാക്കിയുള്ളൂ, എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാം എന്നതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ മക്കളെ, അപ്പോ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഒരു മാസം നിങ്ങൾ നല്ല രീതിയിൽ പട്ടിപ്പണി എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ എല്ലാവരും ടയേർഡൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം അല്ല ഇത്. നമ്മൾക്ക് ഏപ്രിൽ 17 തൊട്ട് 23 വരെ കീം എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളൊക്കെ ബോർഡ് എക്സാം ലെവല് ഡെറിവേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും ഒക്കെ പഠിച്ചിട്ടായിരിക്കും പോവുക. പക്ഷെ എൻട്രൻസ് ആണല്ലേ, നമ്മൾക്ക് എന്താ ഇവിടെ MCQ ആണ്. ABCDE. കീമിലാണെങ്കിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 5 ഓപ്ഷൻസ് വെച്ചിട്ടുള്ള കളിയാണ് MCQ, എൻട്രൻസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതിനെങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാം എന്നതിനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ്. അല്ലെ, PYQ എന്നൊക്കെ വെച്ചാൽ എന്താ, ബൈബിളാണ്. നമ്മൾ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ബൈബിളാണ് PYQ. അതെന്താ, ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെങ്ങനെ ഒരു എൻട്രൻസ് പരീക്ഷയിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷെ എന്താ, മെത്തേഡ്സ് റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്പർ മാറ്റി ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു 2 ആഴ്ച ഏതെങ്കിലുമൊക്കെ ഒരു PYQ ബുക്ക് അങ്ങ് വാങ്ങിച്ചോ. ഇനിയിപ്പോ വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഈ ബുക്സ് ഒക്കെ കിട്ടും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ കുത്തിയിരുന്ന് ചെയ്യാം. കഴിഞ്ഞ 2020 തൊട്ട് 2025 വരെയുള്ള കീമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കുത്തിയിരുന്ന് ചെയ്തോളൂ. ആകെ 150 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് 75 മാത്സ്, ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി ആണ്. അപ്പൊ എത്രത്തോളം PYQ നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം കോൺഫിഡൻസ് നിങ്ങൾ കൂടും. അല്ലെ, നമ്മൾക്ക് അവിടെ ടൈം മാനേജ്മെന്റ് ഒക്കെ പഠിക്കും. ഫസ്റ്റ് ചെയ്യണം, ഫസ്റ്റ് ഇത് എടുക്കണോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ PYQs ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റും. അപ്പോ PYQ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഇല്ലടാ കീം എക്സാം, ഞാൻ എഴുതുന്ന കാലത്തൊക്കെ പെൻ ആൻഡ് പേപ്പറും മോഡലായിരുന്നു. അതായത് OMR ഉണ്ടാവും, എന്നിട്ട് നമുക്ക് കറുപ്പിച്ച് കൊണ്ടുപോകും. അതായത് ഇപ്പോഴത്തെ നീറ്റ് എക്സാം നടക്കുന്ന ലെവല്. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് കീം എക്സാം CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതായത് കമ്പ്യൂട്ടറിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ എക്സാം ആണ് ഏറ്റവും നല്ലത്. അതായത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു 100ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒറ്റയടിക്ക് എത്തും, ഒരു ക്ലിക്ക് വെക്കാൻ മതി. മറ്റേതാണെങ്കിൽ ഇങ്ങനെ മറിച്ച് നോക്കണം. അപ്പൊ എന്താ, കമ്പ്യൂട്ടർ എക്സാമിന് അതിന്റേതായ ഗുണങ്ങളുണ്ട്. അതേപോലെ ദോഷം എന്താണെന്ന് വെച്ചാൽ, പെൻ ആൻഡ് പേപ്പർ മോഡലാകുമ്പോൾ നമുക്ക് പെട്ടെന്നില്ലടാ ക്വസ്റ്റ്യൻസ് വായിച്ച് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ CBT എക്സാം ആകുമ്പോൾ ഇത്രയും വലിയ സ്ക്രീനാ. അല്ലെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വായിച്ചു, ഇവിടെ താഴത്തേക്ക് എത്തി, ജസ്റ്റ് സ്ക്രോൾ ചെയ്തു, ചിലപ്പോൾ ഫിഗർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തു, അപ്പൊ ടൈം പോകും. അപ്പോൾ എന്താ, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് എഴുതുന്നത് ഒരിക്കലും ആവരുത്. നമുക്ക് എന്താ, ഒരു പ്രയർ നോളജ് വേണം, ഒരു പ്രയർ റിയൽ ടൈം എക്സ്പീരിയൻസ് വേണം. അപ്പൊ എല്ലാരെയും വീട്ടിൽ ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടാവണം, കമ്പ്യൂട്ടർ ഉണ്ടാവണം എന്ന് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കസിൻസിന്റെ വീട്ടിലോ, അല്ലെങ്കിൽ ഒരു കഫേയിലോ പോയോ, അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചേഴ്സിനോ, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ലാബിലോ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ എന്താ, കമ്പ്യൂട്ടറിൽ പോയിട്ട് ഒരു CBT എക്സാം എഴുതാം. അത് നിങ്ങളെ മാർക്കിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കൂടാ. നമുക്ക് ആദ്യമേ പോയിട്ട് ജസ്റ്റ് എന്താ ഈ ഐക്കൺ എന്താ, ഇവിടെ എന്താ, അപ്പൊ ഇതൊക്കെ പോയിട്ട് ആ എക്സാം ഹവറിൽ പോയിട്ട് ചെയ്യാൻ നിന്നല്ലേ നമുക്കൊന്നും നടക്കൂല. അപ്പൊ എന്താ, ഒരു മോക്ക് ടെസ്റ്റ്, അതും കമ്പ്യൂട്ടറിൽ തന്നെയുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, PYQs മാക്സിമം ചെയ്യാം. രണ്ടാമത് മോക്ക് ടെസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാ. ഇപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അവരുമായിട്ട് നിങ്ങൾ ഈ കമ്പാരിസൺ ചെയ്യരുത്. അവർ റിപ്പീറ്റ് ചെയ്യുന്നത് IIT കിട്ടാനും പിന്നെ JEE കിട്ടാനും ഒക്കെ ആയിരിക്കും. അവർ ചിലപ്പോൾ കീം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ +1 +2 നോട്ട് ബുക്ക് എടുക്കുക. നമ്മളെ സ്കൂളിൽ സോൾവ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ടീമിൽ ചോദിക്കാറുണ്ട്. അതുപോലെ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചോ, ഉദാഹരണത്തിന് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസിന്റെ റെപ്ലിക്കാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ +1 +2 നോട്ട് ബുക്ക് ഒക്കെ എടുക്കുക. അതൊക്കെ മറിച്ച് നോക്കുക. പെട്ടെന്ന് അതേ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, പെട്ടെന്ന് കറക്റ്റ് പിന്നെ ചെയ്യാൻ നിൽക്കണ്ട. ഒരു എൻട്രൻസ് പരീക്ഷയിലിടാ ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് ആരും ചോദിക്കില്ല. 1 സ്റ്റെപ്പിൽ കിട്ടിയോ, 0 സ്റ്റെപ്പിൽ കിട്ടിയോ, 100 സ്റ്റെപ്പിൽ കിട്ടിയോ ഒന്നും ആരും ചോദിക്കില്ല. ബോർഡ് എക്സാം ആണെങ്കിലും ഓക്കെ. കാരണം എന്താ, ഉത്തരം തെറ്റിയാലും വഴിക്ക് മാർക്കുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഉത്തരം തെറ്റി വഴിക്ക് ഒരു 5 മാർക്ക് കിട്ടും. പക്ഷെ എൻട്രൻസിൽ എന്താ, അതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലേ അത്രയും ടൈം നിങ്ങൾക്ക് ലാഭിക്കടാ. അല്ലെ, പെട്ടെന്ന് കർപ്പിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ള ആ ടെക്സ്റ്റ് ബുക്കിലത്തെയും നോട്ട് ബുക്കിലത്തെയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത് ഒന്നും കൂടി നോക്കുക. അപ്പൊ 3 കാര്യങ്ങളായി. പിന്നെ 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു കോൺഫിഡൻസോടെ എഴുതുക. കാരണം നമ്മളെക്കാളും കൂടുതൽ പഠിച്ച കുട്ടികളുണ്ടാവും, നമ്മളെക്കാളും കുറവ് പഠിച്ചവരുണ്ടാവും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസാ. നമുക്ക് എക്സാം ടഫ് ആണെങ്കിൽ
കേരളത്തിലത്തെ എല്ലാ സ്റ്റുഡൻസിനും ടഫാ, നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരാളാണെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് പരീക്ഷ ഈസി ആണെങ്കിലോ, എല്ലാ കുട്ടികൾക്കും ഈസിയാ. അപ്പൊ ഒരു പരീക്ഷ ഈസി ആയിന്ന് വെച്ചിട്ട് അവിടെ വെറുതെ ഇരിക്കരുത്, ചിരിച്ചിരിക്കരുത്. അതെന്താ, ക്വസ്റ്റ്യൻസ് അടിച്ച് ചെയ്യുന്ന പിള്ളേരുണ്ടാവും. അപ്പൊ നിങ്ങളും അതേ സ്പീഡിൽ ചെയ്യുക. ആ ഒരു സമയം, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയം മാക്സിമം ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് അടിച്ചങ്ങ് ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എൻട്രൻസ് പോകുന്നില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്താ അറിയില്ലെങ്കിൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആ റൗണ്ടില്ലേ, ആദ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തോ. മാക്സിമൈസ് ചെയ്യുക നിങ്ങളുടെ മാർക്ക്, അല്ലെ? ലിമിറ്റഡ് ടൈമിൽ ഇത് ശരിക്കും പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്താന്ന് വെച്ചാല് ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്. ഇവിടെ റിസോഴ്സ് എന്ന ടൈമാണ്. ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് അതാ ചെയ്യണ്ടേ. നിങ്ങൾ ഒരിക്കലും ഫുൾ മാർക്ക് അടിക്കണമെന്ന് ഒരിക്കലും അറിയില്ല. ബോർഡ് എക്സാമിലാണ് ഫുൾ മാർക്ക് അടിക്കുക, 100 മാർക്ക്. എൻട്രൻസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് അടിക്കലല്ല, നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഇനി എക്സാം നടക്കാൻ ഈ 2 ആഴ്ച സമയമുണ്ട്. ഈ 2 ആഴ്ച നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു കോളേജ്, CET ടി കെ എം, തൃശ്ശൂരോ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജോ, അതുപോലെ ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്, നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോ ഓൾ ദി ബെസ്റ്റ്.